ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് ഏഴാം ആഴ്ചയിലേക്കുള്ള നോമിനേഷൻ ലിസ്റ്റ് പ്രകാരം വോട്ടിംഗ് അവസാനിക്കാൻ ഇനി ഏതാനും സമയങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അട്ടിമറി മുന്നേറ്റങ്ങൾ ഒരുപാട് കണ്ട ഒരു നോമിനേഷൻ ലിസ്റ്റാണിത്. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ വോട്ടിംഗ് റിസൾട്ടിലേക്ക് പോകാം. അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളുടെ അടിസ്ഥാനത്തിലെ ലൈവ് വോട്ടിംഗ് റിസൾട്ട് നമുക്ക് നോക്കാം. വോട്ടിംഗ് തുടങ്ങി ഒന്നാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ കത്തിക്കേറി വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റാണ് ഷാനവാസ്. ഷാനവാസിന്റെ ആ ഒരു ഒന്നാം സ്ഥാനം പിടിച്ചു വാങ്ങാനായിട്ട് ലിസ്റ്റിൽ മറ്റൊരു കണ്ടസ്റ്റന്റിനും ഇതുവരെ സാധിച്ചിട്ടില്ല. അടുത്തതായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒരു അട്ടിമറി മുന്നേറ്റം എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപാട് ജനങ്ങളുടെ സപ്പോർട്ട് വാങ്ങിക്കൊണ്ട് വേദലക്ഷ്മി ഒരു BB ഹോട്ടൽ ടാസ്കിൽ ഭയങ്കരമായിട്ട് ഈ പറയുന്ന റിയാസിനെയൊക്കെ ഒപ്പോസ് ചെയ്തൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വേദലക്ഷ്മി ഇപ്പോൾ വോട്ടിങ്ങിലും രണ്ടാം സ്ഥാനം തൻ്റെതാക്കി പിടിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നൂറയാണ്. നൂറയ്ക്ക് ഈ ഒരു കുറച്ച് സമയങ്ങളായിട്ട് അത്യാവശ്യം വോട്ടൊക്കെ കയറുന്നുണ്ട്. അടുത്തതായിട്ട് നാലാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ബിന്നി സെബാസ്റ്റ്യൻ ആണ്. ബിന്നി ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഈ ഒരു സമയത്ത് അത്യാവശ്യം വോട്ടൊക്കെ ബിന്നിക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് അഞ്ചാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ആദിലയാണ്. ആദിലക്കും ഈ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് കുറച്ചധികം വോട്ടൊക്കെ കയറുന്നുണ്ട്. അടുത്തതായിട്ട് ആറാം സ്ഥാനത്തേക്ക് നിൽക്കുന്നത് സാബുമാൻ ആണ്. സാബുമാൻ എല്ലാവരും പുറത്താവുമെന്ന് വിചാരിച്ചിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഈ ഒരു സമയത്ത് സേഫ് സോൺ എന്ന് നമുക്ക് സാബുമാനെ വിളിക്കാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ഏഴാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് നെവിനാണ്. പുള്ളിക്കാരൻ ഈ ഒരാഴ്ച പുറത്തു പോകാൻ ചെറിയൊരു സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. അടുത്തതായിട്ട് എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് റെന ഫാത്തിമയാണ്. റെന ഫാത്തിമയും ഈ ഒരാഴ്ച പുറത്തു പോകാനായിട്ട് സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. അടുത്തതായിട്ട് ഒമ്പതാം സ്ഥാനത്തും ഏറ്റവും അവസാനം നിൽക്കുന്നത് ആര്യൻ കത്തോരിയാണ്. ആര്യൻ ഈ ഒരാഴ്ച പുറത്തു പോകാനായിട്ട് ഏകദേശം കൺഫേംഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടിംഗ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരാഴ്ച പുറത്തു പോകാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ളൊരു 3 കണ്ടസ്റ്റൻസ് ആണ് നെവിൻ, റെന ഫാത്തിമ, അതുപോലെ തന്നെ ആര്യൻ കത്തോരിയ. ഇവരിൽ 3 പേരിൽ ആരെങ്കിലും ഒരാൾ പുറത്തു പോകാനാണ് ഏറ്റവും അധികം സാധ്യത കാണുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് അവർക്ക് വോട്ടും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വമ്പിച്ച അട്ടിമറികൾ കണ്ടിരുന്നൊരു വോട്ടിംഗ് ലിസ്റ്റ് തന്നെയായിരുന്നു ഇത്. വേദലക്ഷ്മി ആ ഒരു ടാസ്കിലെ നിൽക്കുന്നതൊക്കെ കണ്ട് ഒരുപാട് പേര് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് വോട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബിന്നി സെബാസ്റ്റ്യന്റെ കേസിലും ഈ പറയുന്ന സാബുമാന്റെ കേസിലും ആ ഒരു ടാസ്ക് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ജനങ്ങളുടെ സപ്പോർട്ട് പിടിച്ചു വാങ്ങാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസിനെ ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് വോട്ട് രേഖപ്പെടുത്തുക. ഇന്ന് രാത്രി 12 മണിക്ക് വോട്ടിംഗ് ലൈൻസ് എല്ലാം ക്ലോസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ടും വോട്ടിംഗ് അപ്ഡേറ്റുമായിട്ടും വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്